നമസ്കാരം. ഇന്നലെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി കോൺഗ്രസിലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങളുടെ ഒരു ചിത്രം അവതരിപ്പിച്ചിരുന്നു. പ്രേക്ഷകരുമായി തത്വമയി ന്യൂസ് പങ്കുവച്ചത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയേക്കാം എന്നുള്ള ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളാണ്. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല ഇപ്പോഴും. പക്ഷെ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തു വരുന്നുണ്ട്. കാരണം ദേശീയ തലത്തിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ളതിനേക്കാൾ ഒരുപാട് സംഘങ്ങളുണ്ട്, ചേരി തിരിഞ്ഞുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പക്ഷം, പ്രിയങ്ക ഗാന്ധി പക്ഷം, റോബർട്ട് വാദ്ര പക്ഷം, സോണിയാഗാന്ധിയുടെ ഒപ്പം ഉണ്ടായിരുന്ന പഴയ പുലികളുടെ പക്ഷം, ഇത്തരത്തിലുള്ള നിരവധി പക്ഷങ്ങൾ തിരിഞ്ഞ് ചേരി തിരിഞ്ഞുള്ള വഴക്കുകളും ഉൾപാർട്ടി പോരുകളും എല്ലാം നടക്കുന്ന ഒരു പ്രദേശമാണ് ഡൽഹിയിലെ കോൺഗ്രസ്. പക്ഷേ ആത്യന്തികമായി ഇപ്പോഴും വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അധികാരം എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ തർക്കങ്ങൾ സോണിയാഗാന്ധി പക്ഷം, രാഹുൽ ഗാന്ധി പക്ഷം, പ്രിയങ്ക ഗാന്ധി പക്ഷം, വാദ്ര പക്ഷം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ മരുമകനാണെങ്കിലും ഇപ്പോഴും അവരെ സംബന്ധിച്ച് ഒരു വരത്തനാണ് റോബർട്ട് വാദ്ര. അങ്ങനെയുള്ള പക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പക്ഷത്തിൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം അവരുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രവൃത്തി പരിചയമില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി പരിചയം ഇല്ലാതിരിക്കുകയായിരുന്നു ഭേദമെന്നാണ് അവർ പറയുന്നത്. കാരണം അതുണ്ടാക്കിയ ചീത്തപ്പേര് അതിനുശേഷം നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും പ്രതികൂലമായി കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട്. ജയിക്കുമെന്നുറപ്പായ ഹരിയാന പോലും കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രചരണങ്ങളും ഓടി നടന്ന്, മുൻപായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് ഓടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷേ ലോക്സഭയിൽ ചെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വഹിച്ച് എന്തെങ്കിലും മണ്ടത്തരങ്ങളോ കള്ളങ്ങളോ വിളിച്ചു പറയുമ്പോൾ അത് രേഖപ്പെടുത്തുന്നതാണ്. അത് രേഖകളിലേക്ക് കടന്ന് കൂടി അതിന് ഒരു സ്ഥിരത ഉണ്ടാകും. കൃത്യമായിട്ട് അതിന് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ എതിർപക്ഷത്തിന് അതെടുത്ത് ഉപയോഗിച്ച് ഇയാൾ ഇന്ന കള്ളങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുവാനുള്ളൊരു അവസരം കൃത്യമായി രേഖാമൂലം നൽകുന്നത് പോലെ ആയിപ്പോവും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 24-ലെ ആഷ്മി ഇബ്രാഹിം യുവരാജ് ഗോകുലിൻ്റെ മുമ്പിലിരുന്ന് ഉരുകുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും തിരഞ്ഞ വീഡിയോ എന്ന് കാണുക. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആഞ്ഞടിച്ചു, ഇന്ന കാര്യങ്ങൾ നിരത്തി പറഞ്ഞ് നരേന്ദ്രമോദിയെ വെള്ളം കുടിച്ചു എന്നൊക്കെ ആഷ്മി ഇബ്രാഹിം ആവേശം കൊണ്ട് മേശപ്പുറത്ത് കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞപ്പോൾ യുവരാജ് ഗോകുൽ ഒന്നൊന്നായി ആ പറഞ്ഞ അവകാശവാദങ്ങളുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ എല്ലാം പിന്നിലുള്ള പൊള്ളത്തരവും കള്ളത്തരവും വ്യക്തമായി 1 ആയിട്ട് പൊളിച്ചു കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഹാഷ്മി ഇങ്ങനെ അവിടെ ഇരുന്ന് ഞെളിവിരി കൊണ്ട് അസ്വസ്ഥനായി ആകപ്പാടെ എന്തെങ്കിലും പറയുവാനും വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. ഈ മറ്റ് പൊട്ടത്തരങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ള തരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടായിരുന്നു. അതങ്ങനെ പറഞ്ഞു പോയതാണ്, തെറ്റായി പറഞ്ഞു പോയതാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് ലോക്സഭാ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങളും അതിലെ പൊള്ളത്തരങ്ങളും യുവരാജ് ഗോകുലിനെ പോലുള്ളവരുടെ കയ്യിൽ അത് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഉത്സവമാണ്, ജാഗരയാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഒരു ഭരണപരിചയം, ഭരണ നേട്ടങ്ങൾ കൊയ്ത് എന്തെങ്കിലും തരത്തിൽ കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി കേരളം നമ്പർ 1 ഇൻ ലിറ്ററസി, നമ്പർ 1 കേരളം എന്നുള്ള പിണറായി വിജയൻ്റെ പ്രചരണം ഏറ്റെടുത്ത് അതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തി പേരൊക്കെ മാറ്റി ഒന്ന് പെയിൻ്റ് അടിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭരണ നേട്ടമായി അവതരിപ്പിക്കുവാനുള്ളൊരു സാധ്യത കേരളത്തിലൂടെ രാഹുൽ പക്ഷത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. അതേ സാധ്യത പ്രിയങ്ക പക്ഷത്തിൻ്റെ മുമ്പിലും തെളിഞ്ഞിട്ടുണ്ട്. ഒപ്പം അത് പ്രിയങ്ക പക്ഷം ഒന്ന് സൂചിപ്പിച്ചപ്പോൾ രാഹുൽ പക്ഷത്തിന് മറ്റൊരു ആശയം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുവാൻ കഴിയുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി കേരളത്തിലേക്ക് വിട്ടാൽ രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിലുള്ളൊരു ഭീഷണി ഒഴിഞ്ഞു കിട്ടും. കേരളത്തിൽ വന്ന് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയായി തുടർന്നാൽ കോൺഗ്രസിനും ഗുണങ്ങളുണ്ട്. കാരണം മുസ്ലിം ലീഗ് എതിർക്കില്ല. മുസ്ലിം ലീഗിന് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പ്രിയങ്ക ഗാന്ധി. കാരണം വയനാട്ടിൽ നിന്ന് ജയിച്ച് അവർക്ക് ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളൊരു ധാരണ അവരെ സംബന്ധിച്ചുണ്ട്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആർത്തി പിടിച്ച് നടക്കുന്ന 3 പേരും പഞ്ചപുച്ഛമടക്കി വരൂ പ്രിയങ്കാജി, ഇരിക്കൂ പ്രിയങ്കാജി, ഞങ്ങൾ ജനിച്ചപ്പോഴേ ഞങ്ങൾക്കുള്ള ആഗ്രഹമാണ് പ്രിയങ്കാജി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിണിയാകണമെന്നുള്ളത് എന്ന് പറഞ്ഞ് അവരും പഞ്ചപുച്ഛമടക്കി മാറി നിൽക്കും. ശശി തരൂർ പോലും എതിർവായി പറയില്ല. അതിനേക്കാളും പ്രാധാന്യമുള്ള മറ്റൊരു രാഷ്ട്രീയ വശമുണ്ട്. ഇപ്പോൾ ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ BJP-യിലേക്ക് പോയി കളയും എന്ന് ഭീഷണിപ്പെടുത്തി അവസാനം
കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുന്ന സഭാ നേതൃത്വമുണ്ടല്ലോ, ക്രിസ്ത്യൻ സഭാ നേതൃത്വം, പഞ്ചപുച്ഛമടക്കി കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും പ്രിയങ്ക ഗാന്ധിയുടെ. കാരണം വ്യാജ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാ മേലധ്യക്ഷന്മാർക്ക് അവരുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ തേനും പാലും ഒലിക്കുന്ന തരത്തിൽ ഡ്രൂളിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതും ഡ്രൂളിങ്ങിൻ്റെ അപ്പുറത്തേക്കുള്ള അവസ്ഥ, സൂപ്പർലേറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തും. അതാണ് അവരുടെ അവസ്ഥ. അവരെയും ഒതുക്കാം. അത്തരത്തിലുള്ള നിരവധി പ്രയോജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി അയക്കുന്നതിൽ പ്രിയങ്കാ പക്ഷവും കാണുന്നുണ്ട്, രാഹുൽ പക്ഷവും കാണുന്നുണ്ട്. രാഹുലിൻ്റെ ഒരു പ്രതിയോഗി ഒഴിയും. കാരണം ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അധികാരപ്പോരെന്ന് പറയുന്നത് ഏതാണ്ട് മുഗളന്മാരുടെ കാലത്ത് നിന്ന്, കാരണം പാരമ്പര്യവും അതാണെന്നാണ് ഒരു ആരോപണമുള്ളത്. അത് സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചെയ്യാം. അന്ന് ആ വിവരങ്ങൾ പങ്കുവയ്ക്കാം പ്രേക്ഷകരുമായിട്ട്. ഇതിൽ തലവെട്ടുവാൻ പോലും പരസ്പരം മടിക്കുകയില്ല. കാരണം പലരും ഇപ്പോൾ രാഹുൽ പക്ഷത്തിൻ്റെ ഒരു ഭീതി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഈ രാജീവ് ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും സംഭവിച്ച പോലെ എന്തെങ്കിലും ഒരു ദുരന്തം രാഹുലിന് സംഭവിക്കുമോ, അതിന് കാരണമായി വാദ്ര ഉണ്ടാകുമോ? കാരണം വാദ്ര അതിനൊന്നും മടിക്കാത്ത വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം പരസ്പരം സംശയിച്ച് നിൽക്കുന്ന ഒരവസരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ മുന്നോട്ട് വയ്ക്കുന്നത് അവിടുന്ന് ഒഴിവാക്കാനായിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരാശയം മുന്നോട്ട് വെച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനുള്ളൊരു പ്രശ്നം ഞാൻ അന്നേ പറഞ്ഞിരുന്നു. പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ, കാരണം കേരളത്തിൽ ഭരണ നേട്ടങ്ങൾ എന്ന രീതിയിൽ പല ഉടായ്പകളും ഉയർത്തിക്കാണിക്കുവാൻ വളരെ എളുപ്പമാണ്, ഏറ്റവും ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും. ഒരു 5 വർഷങ്ങൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഭരിച്ച് അവരുടെ ഭരണ നേട്ടങ്ങൾ എന്നുള്ള രീതിയിൽ ഉടായ്പകൾ ഉയർത്തി കാണിച്ചാൽ പോലും രാഹുലിന് മേലെ ഭരണപരിചയമുള്ളൊരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളൊരു ധാരണ വരും. 2029 തിരഞ്ഞെടുപ്പിൽ 5 വർഷങ്ങളില്ല, 3 വർഷങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി അത്തരത്തിലുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുത്താൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി അതോടെ തീർന്നു. കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് പ്രിയങ്ക ഉയർന്നു വരും. അതുകൊണ്ട് കോൺഗ്രസ് രാജ്യത്തെ ഭരണം പിടിച്ചെടുത്ത് പ്രിയങ്ക ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നല്ല ഞാൻ പറയുന്നത്. രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തീരും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി അടുത്തൊരു 2 വർഷങ്ങൾക്കുള്ളിൽ അവസാനിക്കും. കാരണം പ്രിയങ്ക ഗാന്ധി എന്നുള്ളത് രാഹുലിനെ കടത്തിവെട്ടുന്ന തരത്തിൽ കാര്യക്ഷമതയുള്ളൊരു വ്യക്തിയാണ്. ഒന്ന് പപ്പു ആണെങ്കിൽ മറ്റേത് പിങ്കിയാണെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് അവരുടെ ഈ ഒരു വിവരക്കേടുകളോ അല്ലെങ്കിൽ അവർ പറയുന്ന കള്ളത്തരങ്ങളോ മണ്ടത്തരങ്ങളോ ഒരുപാടൊന്നും ചർച്ച ചെയ്യപ്പെടാത്തത്, അവരൊരു നേതൃസ്ഥാനത്തേക്ക് ഇതുവരെ കൃത്യതയോടുകൂടി ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായി ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ ഒരു MP ആണെന്നുള്ളത് വിട്ടുകഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി സ്ഥിരമായി സംസാരിക്കുന്ന ഒരു വ്യക്താവോ എന്നുള്ള നിലയിൽ അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല, പൊതുജനങ്ങളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാറില്ല. തിരഞ്ഞെടുപ്പ് വേദികളിലാണ് അവർ പ്രധാനമായി പ്രത്യക്ഷപ്പെടാറുള്ളത്. അതും ഒരു മിന്നായം പോലെ വരും, എന്തെങ്കിലും വിളിച്ചു പറയും, അപ്രത്യക്ഷയാവും. അതുകൊണ്ട് തന്നെയുമല്ല കളം നിറഞ്ഞാടി മണ്ടത്തരങ്ങൾ പറയുവാനായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ട് താനും. പക്ഷേ അവരൊരു മുൻപന്തിയിലേക്ക് വന്നാൽ, കേരള മുഖ്യമന്ത്രി എന്നുള്ള പദം പോലുള്ള ഏതെങ്കിലും ഒരു പ്രാധാന്യം അർഹിക്കുന്ന പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം നിരീക്ഷകർക്ക് വ്യക്തമാവും. അത് തന്നെയാണ് ഇവരുടെ ഒരു പാത, ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ ഇവരുടെ നയങ്ങളും വാക്കുകളും പ്രസംഗങ്ങളും അവകാശവാദങ്ങളും എല്ലാം ഇഴകീറി പരിശോധിക്കപ്പെടും. പിങ്കി എന്നുള്ള പേര് മറ്റേതെങ്കിലും തരത്തിൽ പതിയുമോ എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ എത്ര വേഗത്തിൽ പതിയുമെന്നുള്ളത് മാത്രമേ അപ്പോഴറിയാനുള്ളൂ. പക്ഷേ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി നേരിട്ടോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വഴി കേരളത്തിനുള്ള ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയോ സമ്മാനിച്ചേക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒന്നും നിസ്സാരക്കാരല്ല. ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് കളിക്കാവുന്ന കളികളെല്ലാം അവർ കളിക്കും ഇതിന് പാലം വലിക്കുവാനായി. പക്ഷേ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരക്ഷരം മിണ്ടുവാനുള്ള യാതൊരു പഴുതും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കൗതുകകരമായൊരു തരത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു തലത്തിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ കളികൾ നീങ്ങുന്നത്. എന്തായിരിക്കും പരിണാമമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും അടുത്ത 2 ദിവസങ്ങളിലേക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മല്ലികാർജുൻ ഖാർഗെ ഡൽഹി വിട്ടു. രാഹുൽ ഗാന്ധി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പ്രിയങ്ക ഗാന്ധി ഈ ചർച്ചയിലൊന്നും ഔദ്യോഗികമായി ഉൾപ്പെട്ടിട്ടില്ല. സോണിയാഗാന്ധി അവരുടെ സ്വാഭാവികമായ അനാരോഗ്യങ്ങൾ കാരണം ഒരു വിശദ വിവരങ്ങൾ എന്താണെന്ന് അതിൻ്റെ ഒരു രത്നചുരുക്കങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതിനപ്പുറം ഒരു ക്രിയാത്മകമായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസങ്ങൾ കൂടി എടുക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള തീരുമാനമോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ടാകാൻ. ആരായിരിക്കും മുഖ്യമന്ത്രി? പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയായ ആയാൽ കേരളം നമ്പർ 1 ആകുമോ? രാഹുൽ ഗാന്ധി ആയാൽ നമ്പർ 2 എങ്കിലും ആകുമോ? യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.